ജർമ്മൻ പഠിക്കണോ? പഠിച്ചാൽ പാസ്സാവുമോ? ജർമ്മനിയിലേക്ക് പോകാൻ B1 മതി, B2 ഒക്കെ എന്തിനാ? ഇങ്ങനെ ചോദിക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലെയല്ല, ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ നമ്മുടെ നാട്ടിൽ. പക്ഷെ നിങ്ങൾ എന്നെപ്പോലെ ജോലി ചെയ്യാനോ അതുപോലെ പഠിക്കാനൊക്കെയാണ്, നഴ്സിംഗ് ആണ് വരുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ B1 വെച്ചിട്ട് വരാൻ പറയില്ല. കാരണം ഞാൻ B2 എടുത്ത് B2 ഫുൾ മൊഡ്യൂൾ വെച്ചിട്ടാണ് വന്നത്. പക്ഷേ എന്നിട്ടും നമുക്ക് ഭയങ്കരമായിട്ടും ഇവിടെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, നല്ല ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ടയർഡായിരിക്കും. ഇതിനകത്ത് നമുക്ക് B2 ഇല്ലെങ്കിലത്തെ അവസ്ഥ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ എന്താണെങ്കിലും B2 ഫുൾ മൊഡ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് കുറച്ചുകൂടി റിലാക്സ് ചെയ്യാം, ജോലിയിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാം, കുറച്ചുകൂടി കാര്യങ്ങൾ ഇവിടെ പഠിക്കാം. പിന്നെ എന്താണ്, നമുക്ക് ഫ്രണ്ട്സുമായിട്ട് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമ്മൾ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നു, ഒരു ഹോം സിക്നെസ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് മാനേജ്ഡായി ഹാൻഡിൽ ചെയ്ത് പോകണമെങ്കിൽ B2 ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. B2വിൻ്റെയും കൂടെ സ്ട്രെസ്സ് നമ്മൾ വറുത്ത് വെക്കണ്ട. ഓക്കെ, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതുപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ചൂസ്.